നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 2-ാം അധ്യായം 24-ാമത്തെ ശ്ലോകം 15-ാമത്തെ പാഠ്യം ആയിട്ട് പറയണു. ഓം പാർത്ഥിവാദ്ദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജസ്തസ്മാൽ സത്വം യത് ബ്രഹ്മദർശനം. പാർത്ഥിവാദ് പൃഥ്വി ഭൂമിയുടെ വികാരമായിട്ടുള്ള ദാരുണഹ ദാരുവിൽ നിന്ന്. മരങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയുടെ ഒരു വിജൃംഭണം കൊണ്ടാണ്, അതല്ലെങ്കിൽ ഒരു അതിയായിട്ടുള്ള താല്പര്യം, അങ്ങനെയുള്ള ഒരു വികാരം. അതിൽ നിന്ന് ഒരു മരം ഉണ്ടാകുന്നു, അതിൽ നിന്ന് ധൂമഹ പുക ഉണ്ടാകുന്നു, തസ്മാത് അതിൽ നിന്ന് ത്രയീമയ വേദോക്ത. ത്രയി എന്നുള്ളത് വേദം, 3 വേദം, ഋക്ക് യജുസ്സ സാമ. ത്രയീമയ വേദം പ്രയോഗിച്ചപ്പോൾ ഉണ്ടാകുന്ന ഹോമാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുകയുണ്ടാവും. അങ്ങനെയുള്ള വേദോക്ത കർമ്മ കാരണമായിട്ടുള്ള അഗ്നിഹി വന്നിയും ഉണ്ടാകുന്നു, തീയും ഉണ്ടാകുന്നു. തമസഹ തു അത് തമോ ഗുണത്തിനേക്കാൾ രജഹ രജോ ഗുണവും, തസ്മാത് അതിനേക്കാൾ സത്വം സാത്വിക ഗുണവും, ഇത് യാതൊന്ന് ബ്രഹ്മദർശനം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു. ഇവിടെ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ വ്യംഗ്യാർത്ഥത്തിനാണ് കൂടുതൽ ഊന്നൽ വരിക. ഭൂമിയിൽ നിന്നാണ് മരം ഉണ്ടാവുക. പ്ലാശ് തുടങ്ങിയിട്ടുള്ള മരങ്ങൾ, ചമതകൾ ധാരാളമുണ്ട്. അപ്പോൾ ആ ചമതകൾ ഇന്നത് ഓരോന്നിനും ഉണ്ട്. പ്രത്യേകം ഉണ്ടാത്തി ചമത, വന്നി ചമത, കൂവളത്തിൻ്റെ ചമത, ഇങ്ങനെ ചമതകളുണ്ട് കുറേ. അപ്പോൾ അത് ചിറ്റമൃതിൻ്റെ വള്ളി ഒരു ചമതയാണ്, പേരാലിൻ്റെ ആ മുട്ട ഒരു, അങ്ങനെയാണ് അതിന് ചമത എന്ന് പറയാറില്ല, പേരാൽ മുട്ട എന്നേ പറയാറുള്ളൂ. എന്നാലും ഇങ്ങനെ ഇതൊക്കെ മരത്തിൻ്റെ ആണല്ലോ. ഈ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന മരത്തിൻ്റെ കൊമ്പുകൾ ഇപ്പോൾ കടലാടി ചെടിയാണ്, എന്നുവെച്ചാൽ ഇതല്ല, മരമല്ല. അപ്പോൾ അതിൻ്റെ ആ ചെടിയുടെ അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഈ ഇന്നതെന്ന് പറയാൻ കുറച്ചധികം ഉണ്ടാവേണ്ട, അറിയില്ല, മുഴുവൻ കൃത്യമായിട്ട് പറയാൻ അറിയില്ല, കുറേ ഉണ്ട്. അങ്ങനെ കഷ്ണമാക്കിയിട്ട് മേലും കീഴും ഓരോന്ന് വെച്ച് മഥനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഗ്നിയുടെ ലക്ഷണമായിട്ടുള്ള പുകയുണ്ടാകുന്നു. ഇപ്പോൾ പറഞ്ഞത് ഒരു ആലിൻ്റെ കഷ്ണം, അതിനെ കുറച്ച് വലിയൊരു കഷ്ണമാക്കിയിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുക, ഒരു കുഴ ഉണ്ടാക്കുക, മുകളിലും ഒരു കുഴിയുള്ള ഒരു മരം വയ്ക്കുക, എന്നിട്ട് അത് നടുക്കലത്തെ ഈ കുഴ തിരിയാൻ പാകത്തിന് അരണി കടയുന്ന പോലെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തീയുണ്ടാവും. ആദ്യം പുകയുണ്ടാവുക, പിന്നെ തീയുണ്ടാവും. ഇപ്പോൾ കുറേ നേരം ചൂടായി കഴിഞ്ഞാൽ തീ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ തിരിയുമ്പോൾ അതിൻ്റെ ഘർഷണം കൊണ്ട് അങ്ങനെ അഗ്നി, യാഗാഗ്നി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് യാഗാഗ്നി ഉണ്ടാക്കുന്നത്. അത് ഉണ്ടായതിന് ശേഷം ഈ ഹോമാചാര പ്രകാരമുള്ള എന്തൊക്കെയാണ് ഹോമിക്കേണ്ടത് വെച്ചാൽ അതൊക്കെ യാഗവിധിക്കനുസരിച്ച് വെച്ചാൽ അതിനനുസരിച്ച് അല്ല, മറ്റ് സാധാരണ ഹോമാദികളിൽ വെച്ചാൽ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ വേദത്തെ പ്രയോഗിക്കുക എന്ന അനുഷ്ഠാനം, അത് ചെയ്യുമ്പോൾ അത് വെറും വിറകാണ് എങ്കിൽ അത് വെറുതെ കത്തിപ്പോവുക, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് അത് ഒരു പ്രത്യേക രീതിയിൽ അതിനൊരു വിന്യാസമൊക്കെ ചെയ്ത് അത് മന്ത്രം ഉപയോഗിച്ചുകൊണ്ട്, മന്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, പിന്നെ നെയ്യ് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത്, ഇപ്പോൾ ചമത നമ്മൾ ഹോമിക്കുമ്പോൾ വെറുതെ ഹോമിക്കല്ല ചെയ്യുക, അത് ഉപസ്തരിച്ചിട്ടൊക്കെ വേണം, അതിനെ ഹവിസാക്കി മാറ്റണം, എന്നിട്ടൊക്കെ വേണം. ഇപ്പോൾ വളരെ മനസ്സിരുത്താണ്ട കാര്യങ്ങൾ, ശുദ്ധി പ്രക്രിയയൊക്കെ ചെയ്യാനുണ്ട്. അതുപോലെ ഹോമത്തിന് ഓരോ ചമതയ്ക്ക് ഓരോ മന്ത്രങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഹോമിക്കുക. അങ്ങനെ നല്ലോണം ഇന്ന ഫലമാണ് ഇതിന് കിട്ടുക എന്നൊക്കെ കണക്കാക്കിയിട്ട് ഇത് ഹോമിക്കുകയാണെങ്കിൽ ഇത് ഹോമിക്കൽ അല്ലെങ്കിൽ കത്തിക്കൽ സ്വതേ തമോ ഗുണമായിട്ടാണ് വരിക. അത് ചെയ്യൽ രജോ ഗുണമായിട്ടാണ്, അതിൻ്റെ ഫലം സാത്വികമാണ്.
അത് വെറുതെ കത്തിക്കലേ ഉള്ളൂ വെച്ചാൽ അത് ആ തമോ ഗുണമായിട്ടാണ് മാറും. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പരമാവധി രജസ്വ ലേശം കയറും, ശരി, സാത്വികോട്ടും വരില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇത് ആ ചമത കൃത്യമായിട്ട് ഇത്ര അളവിൽ എന്ന് കണക്കൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മുറിച്ച് അത് ഹവിസാക്കി ഉപസ്തരിച്ച് ഈ ഹോമകുണ്ടത്തിൽ ഹോമാചാര പ്രകാരം ചില നിബന്ധനകളൊക്കെ വെച്ച് അത് മന്ത്രപൂതം ഹോമിക്കുകയാണെങ്കിൽ അതിൻ്റെ സത്ഫലം അത് സാത്വിക ഗുണമാണ്. അപ്പോൾ അങ്ങനെ സാത്വിക ഗുണം ഉണ്ടാകുമ്പോൾ അത് ബ്രഹ്മത്തിലേക്ക് ഈ ജീവനെ എത്തിക്കാനുള്ള കാരണമായിട്ട് മാറും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വിധിയെ പറഞ്ഞത്, ബ്രാഹ്മണൻ്റെ ഒരു വിധിയെ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ ഇപ്രകാരത്തിൽ പറഞ്ഞു: പാർത്ഥിവാ ദാരുണോ ധൂമഹ, മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് മരങ്ങൾ ഉണ്ടാകുന്നു, അത് കത്തിച്ചു കഴിഞ്ഞാൽ ധൂമം ഉണ്ടാകുന്നു. തസ്മാത്, ആദ്യം അതിങ്ങനെ ഈ കടയുകയോ മറ്റേ അരണി കടയുമ്പോൾ ഉണ്ടാകുന്ന ആ പുക ഉണ്ടാവണു എന്നാണ് പറയുന്നത്. ചൂടായി കഴിഞ്ഞാൽ പുക ഉണ്ടാവണു. അതിനുശേഷം അഗ്നി ഉണ്ടാകുന്നു. അതിനുശേഷം ത്രയീമയ, വേദത്തെ പ്രയോഗിക്കുക. അത് ഋഗ്വേദായാലും വേണ്ടില്ല, യജുർവേദായാലും വേണ്ടില്ല, സാമവേദായാലും വേണ്ടില്ല, പ്രയോഗിക്കുക. അങ്ങനെ തമസഹ തു, ഈ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം, രജഹ തസ്മാത് സത്വം, അതിനുശേഷം സാത്വിക ഗുണവും ഉണ്ടായിട്ട് ഇത് ബ്രഹ്മദർശനം, അപ്പോൾ ശുദ്ധസത്വത്തിലേക്ക് എത്തുന്നു എന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാട്ടുതീയിൽ മുള ഒരസി മറ്റേ തീയുണ്ടായി, ആ മുളം കൂട്ടം കത്തി, അവൻ്റെ അപ്പുറത്തുള്ള മരങ്ങൾ കത്തി, വെറും കാട്ടുതീ, അത് വെറും തമോ ഗുണമായിട്ടാണ് പോവുകയുള്ളൂ, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളും അത് അടുപ്പിൽ ലേശം എന്തെങ്കിലും കത്തിച്ചു വെച്ചാൽ അതങ്ങനെയാണ് പോവും. ആ അടുപ്പിൽ നല്ല പായസം ഒക്കെ ഉണ്ടാക്കി, പഞ്ചാര പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ നേദിക്കുകയാണെന്ന് വെച്ചാലോ അത് അതിൻ്റെ ഫലം ഏറ്റവും സാത്വികമാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാറ്റിനും ഈ സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ വ്യാഖ്യാനിച്ചോളാം. അപ്പോൾ ഇവിടെ പാർത്ഥിവാത് ദാരുണഹ, ഈ മണ്ണിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ മരം അത് തമ്മിൽ ഉരസിയിട്ട് ചൂടാവുമ്പോൾ ധൂമഹ, മുള ഉരസിയാലും ചൂടാണ്ടാവുക, തീയാനുണ്ടാവുക. ഈ അരണി ഇതുപോലെ കടഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അപ്പോഴും ഈ പുകയും തീയും തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം പുകയുണ്ടാവും, പിന്നീട് ധൂമഹ തസ്മാത് അഗ്നിഹി, അതിനുശേഷം അതിനെ വേദങ്ങളുടെ പ്രയോഗത്തോട് കൂടിയിട്ട് വേദ ആചാരപ്രകാരം ഈശ്വര വേദം വിധിച്ച പോലെ വേദവിധി പ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് തമസഹത്തു, തമോ ഗുണത്തിൽ നിന്ന് രജഹ, രജോ ഗുണത്തിൽ നിന്ന് തസ്മാത് സത്വം, സത്വഗുണത്തിൽ നിന്ന് ശുദ്ധസത്വം, യത് ബ്രഹ്മദർശനം, അത് ബ്രഹ്മദർശനത്തിലേക്ക് എത്തും. പാർത്ഥിവാദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയ തമസസ്തു രജസ്തസ്മാത് സത്വം യത് ബ്രഹ്മദർശനം. ഇനി 25-ാമത്തെ ശ്ലോകം. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമഥോക്ഷജം സത്വം വിശുദ്ധം ക്ഷയമായ കൽപ്പന്തേ യേനു താനിഹ. അഥ, അതുകൊണ്ട് അഗ്രേ, അവിടെ അഗ്രേ വെച്ചാൽ ആദ്യത്തിൽ, അല്ലെങ്കിൽ ഒരു തുടക്കത്തിൽ, അല്ലെങ്കിൽ ഒരു മുനമ്പത്ത്, അല്ലെങ്കിൽ ഏറ്റവും അഗ്രഭാഗത്ത്, തലപ്പത്ത് എന്നൊക്കെ പറയില്ലേ, അഗ്രേ ആദ്യകാലത്തിൽ മുനയഹ, മുനികൾ ഭഗവന്തം, ഭഗവാനും അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് വിശുദ്ധം സത്വം, പരിശുദ്ധമായിട്ടുള്ള ശുദ്ധസത്വമായിട്ടുള്ള ആ സാത്വിക ഗുണം, അധോക്ഷജം, ആ മഹാവിഷ്ണുവിനെ ഉദ്ദേശിച്ച് ഭേജിരെ ഭജിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയൊക്കെ ഈ ഹോമാചാര പ്രകാരം മഹാവിഷ്ണുവിനെയാണ് ഭജിച്ചിരുന്നത്. പിന്നെയോ ഇഹ, ഈ ലോകത്തിൽ ആരാണോ താൻ അനു, അവരെ അനുസരിക്കുന്നത്, ഈ ബ്രാഹ്മണരെ, ഗുരുക്കന്മാരെ, അച്ഛനായാലും വേണ്ടില്ല, ഗുരു ആയാലും വേണ്ടില്ല, ഏട്ടന്മാർ, സഹോദരന്മാർ, അങ്ങനെ ഉണ്ടല്ലോ, അവരെയൊക്കെ ആയാലും വേണ്ടില്ല, അവരെ അനുസരിക്കുന്നത്, താൻ അനുസരിക്കുന്നത് തേ, അവർ ക്ഷേമായ കൽപ്പന്തേ, അവർ ക്ഷേമത്തിനായിക്കൊണ്ട് കൽപ്പിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതേ വരൂ. നമ്മൾ കാരണന്മാരങ്ങനെയല്ലേ പറയാ പണ്ട്, നീ അത് ചെയ്തോ നല്ലതേ വരൂ എന്ന് പറയും. ഭേജിരേ ഭജിച്ചു. ആരാ ഭജിച്ചത്? മുനയഹ, മുനിമാരാണ് ആദ്യത്തിൽ, അഗ്രേ മുനിമാരാണ് ആദ്യത്തിൽ ഭജിച്ചത്. അപ്പോൾ
ഇത് കണ്ടുപിടിച്ച കാലം മുതൽ തന്നെ ഈ വേദത്തിന് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്. വേദത്തെ കണ്ടുപിടിച്ച ആളുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൽ നിന്നും വേദം വന്നു, പ്രജാപതികളിലൂടെ, അത് ഋഷികളിലൂടെ മഹാബ്രാഹ്മണരിലേക്ക്, പിന്നെ ഗുരുക്കന്മാരായവർ അവർ ബ്രാഹ്മണരിലേക്ക്, അങ്ങനെ മനനം ചെയ്തുകൊണ്ട് ഓരോരുത്തരും അത് ഈ ഹോമാചാരപ്രകാരം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അഗ്രേ ഭഗവന്തം അധോക്ഷജം, ഭഗവാനായിട്ടുള്ള ഈ മഹാവിഷ്ണുവിനെ വേണ്ടിയിട്ട് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഈ വിധികളെയൊക്കെ വേദം വിധിച്ചെന്തോ അതിനെ ഉപയോഗിച്ചു. അത് സത്വം, വിശുദ്ധം മാത്രമല്ല ശുദ്ധസത്വത്തിലേക്ക് എത്തുവാനുള്ള സാത്വിക മാർഗമായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ക്ഷേമായ, ഇത് ഭഗവാനിലേക്ക് എത്താനുള്ള കൊതി കൊണ്ട്, മുക്തി ഇച്ഛിച്ചുകൊണ്ട്, ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ക്ഷേമായ, ഭഗവാന്റെ പ്രീതി ഉണ്ടായാലും നമുക്ക് ക്ഷേമം ഉണ്ടാവുക. അതുകൊണ്ടാണ് കൽപ്പന്തേ, അങ്ങനെ കൽപ്പിക്കപ്പെട്ടു. ഏ അനു താനിഹ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇതിനെ അനുസരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാനും അത് സന്തോഷമായി, അത് ഭൂമിയിൽ നിലനിന്നു. ഈ പ്രകാരത്തിലാണ് ഇത് വന്നത് എന്ന് പറയുകയാണ്. ഭേജിരേ മുനയോ അഥാഗ്രേ ഭഗവന്തമധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താനിഹ. അപ്പോൾ മഹാവിഷ്ണു സാത്വികനാണ്, ശുദ്ധസത്വം ആണ്, പാലകനാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനെ തന്നെ ഭജിക്കുകയാണ് എല്ലാവരും ചെയ്തത് എന്ന് പ്രത്യേകം പറയുകയാണ്. അതിന് ചില പ്രമാണങ്ങളെ ഇങ്ങനെ കാണിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ഈ ശുദ്ധസത്വം എന്ന രീതിയിൽ ഭഗവാനെ എല്ലാവരും കണ്ടപ്പോൾ ആ ഭഗവാനെ തന്നെ ആശ്രയിച്ചു. ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മറ്റുള്ള ദേവന്മാരെ ആശ്രയിച്ചു, കൂട്ടുപിടിച്ചു. അങ്ങനെ ക്ഷേമം യഥാർത്ഥത്തിൽ അനുഭവിക്കുക എന്നത് ഭഗവാനാൽ നമുക്ക് വരമായിട്ട്, അനുഗ്രഹമായിട്ട് ചെയ്തു തന്നു. അതുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്നവരൊക്കെ വിഷ്ണുവിനെ ആശ്രയിച്ചു. വിഷ്ണുവിന് വേണ്ടിയിട്ട് ഹോമോ എന്തൊക്കെയാ വേണ്ടെച്ചാൽ അതൊക്കെ ചെയ്തു. ഇനി 26-ാമത്തെ ശ്ലോകം. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീൻ അഥ നാരായണകലാശാന്ത ഭജന്തി ഹ്യനസൂയവ. മുമുക്ഷു, മോക്ഷം ഇച്ഛിക്കുന്നവരെ, ഘോരരൂപാൻ, ഈ ഭൂതപതി, അതായത് ഭയങ്കര സ്വരൂപന്മാരായിട്ടുള്ള ഭൂതപതികളെ ഹിത്വ, ഉപേക്ഷിച്ചിട്ട്. അപ്പോൾ ദേവഗണങ്ങൾ പലതരത്തിൽപ്പെട്ടവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, ഭൂതപതി മറ്റേ ശിവൻ എന്നാണ്, ഭൂതഗണങ്ങൾക്ക് നാഥനായിട്ടുള്ള ശിവൻ, അതാണ്. അനസൂയവഹ, അസൂയില്ല, അസൂയ കൊണ്ടല്ലാതെ. കാരണം മഹാദേവനെ ആരും പൂജിക്കാതിരിക്കുകയോ ഉപദേവനായിട്ട് കണക്കാക്കിക്കൊണ്ട് നേദ്യം കൊടുക്കാതിരിക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ നേദ്യം കൊടുക്കും. ശാന്താഹ എന്നാൽ അതേപോലെ തന്നെ മഹാദേവൻ്റെ ചില പ്രത്യേക ഭാവങ്ങളുണ്ട്. അതിനനുസരിച്ച് മഹാദേവനെ ആശ്രയിക്കാറുണ്ട്. അതിന് ശേഷമേ മഹാദേവനെ ഒന്ന് ശുദ്ധി ആക്കിയതിൻ്റെ ശേഷമേ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാറുള്ളൂ. അപ്പോൾ അത് ചെയ്യാറുണ്ട്. എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തും. അങ്ങനെയാണ് ശാന്താഹ. അപ്പോൾ ഇവരൊക്കെ ശാന്ത ഭാവത്തിലെത്തി, ശാന്തി കിട്ടിയെന്ന് അർത്ഥം. അതാണ് നാരായണ കലാഹ. അപ്പോൾ ഈ നാരായണൻ്റെ കലകളോട് കൂടിയിട്ട് ഈ ജീവിതം സുഖമാവാൻ, ശാന്തഭാവത്തോട് കൂടിയിട്ട്, സാത്വിക ഭാവത്തോട് കൂടിയിട്ട് ജീവിക്കാറാകുവാൻ ഭഗവാൻ നാരായണനെ ഭജന്തി ഹി, ഭഗവാനെ തന്നെ ഭജിക്കുന്നു. ഇതാണ് ഉറപ്പായിട്ട് വന്നത്. ഇപ്പോൾ ബ്രഹ്മാവിനെ പതിവില്ല. പിന്നെ ശിവൻ ഇങ്ങനെയാണ്, കടുപ്പം എന്തെങ്കിലും ഉണ്ടെച്ചാൽ മഹാദേവനെ ആശ്രയിച്ച് ആ കടുപ്പത്തെയൊക്കെ തീർക്കും. അതിനുശേഷം ഏത് കാര്യങ്ങൾക്കാണോ ഇന്ന ദേവന്മാരെ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്, അതാത് കാര്യങ്ങളെ അതാത് ദേവന്മാരിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം ഒടുക്കത്തെ മുക്തി ആഗ്രഹിക്കുന്നവരെ ഈ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നു, മഹാവിഷ്ണുവിനെ തന്നെ ആശ്രയിക്കുന്നു. അപ്പോൾ ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടേണ്ടത് മുക്തിയാണ്. അത് വിചാരിച്ചിട്ട് മറ്റൊരു ദേവനെ നിന്ദിക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു ദേവനെ പ്രസാദിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ ദേവനെ ഉപാസിച്ചത് കൊണ്ട് മഹാവിഷ്ണുവിന് ഈ വിരോധമില്ല. നമുക്കും അതേപോലെ തന്നെ ഈ എന്ത് കാര്യമാണോ നമ്മിൽ ബാക്കിയുള്ളത് അത് തീരാൻ എളുപ്പത്തിൽ അതാത് ദേവന്മാരെ ഈ അതിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കാം എന്ന നിയമമുണ്ട്. സർവ്വദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ദേവനെയോ ദേവിയെയോ ഒക്കെ ആശ്രയിക്കാം. ആശ്രയിച്ചതിൻ്റെ ശേഷം ഒടുക്കം എന്താ ഉണ്ടാവുക? ഈ വിരക്തി വരും. വിരക്തി വന്നു കഴിഞ്ഞാലോ ഭക്തിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ വിരക്തി ഉറപ്പാണ്.
അപ്പോൾ ജ്ഞാനവും കിട്ടും. അങ്ങനെ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തെ ഇച്ഛിക്കുമ്പോൾ വിഷ്ണുവിലേക്ക് എത്തും ഈ ഭജനം. അങ്ങനെ വിഷ്ണുവിൻ്റെ ക്രമേണയായിട്ടുള്ള സകല സ്വരൂപത്തെ ആശ്രയിച്ച് ഈ നിഷ്കള സ്വരൂപത്തെ നമ്മൾ ആശ്രയിക്കും. അപ്പോൾ മുക്തി ഉറപ്പാവുകയും ചെയ്യും. മുമുക്ഷവ, മുക്തി ഇച്ഛിക്കുന്നവർ ഘോരരൂപാൻ, മറ്റ് ശിവൻ തൊട്ടുള്ള പലരും ഈ രജോ ഗുണത്തിൻ്റെ ഭാവമായിട്ടാണ് ഘോരരൂപം എന്ന് പറയുന്നത്. അല്ലാണ്ട് പേടിപ്പെടുത്തുന്ന രൂപം എന്നല്ല. രജോ ഗുണത്തിൻ്റെ ഭാവമാണ് ഘോരം. ആ ഘോരം എന്നുള്ളത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ധനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശിവനെയാണ് ഭജിക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് നിയമം. നമ്മൾ വിചാരിക്കണേക്കാൾ കൂടുതൽ അതിൻ്റെ അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ശുദ്ധസത്വമാവാൻ വേണ്ടിയിട്ട് മഹാദേവനെ ആശ്രയിച്ചാൽ അത് നിൽക്കും. അപ്പോഴും മുക്തി കിട്ടില്ല. മുക്തി കിട്ടാൻ മഹാവിഷ്ണുവിനെ തന്നെ വേണം. അപ്പോൾ ഈ ഘോരരൂപ രജോ ഗുണപരമായിട്ട് നമ്മൾ ഉള്ള ദേവന്മാരെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഭൂതപതി, അങ്ങനെയുള്ള ഭൂതപതിമാർ കുറേയുണ്ട്. അപ്പോൾ കാളിയൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ നമ്മൾ കാളി ഉപാസിക്കാതിരിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാളി ഉപാസിക്കാതെ കൊണ്ട് പറ്റില്ല. കാരണം കാളി കലിയുഗത്തിൻ്റെ അധിപയാണ്. അയ്യപ്പൻ കലിയുഗത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ശബരിമലയ്ക്കും പോകാണ്ടിരിക്കാൻ പറ്റില്ല, ഭദ്രകാളി അമ്പലത്തിലേക്കും പോകാണ്ടിരിക്കാൻ പറ്റില്ല, ചോറ്റാനിക്കലും ഗുരുവായൂരും മറ്റേ മമ്മിയൂരും ഒക്കെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പോകും. പക്ഷേ ഒടുക്കം എന്താ ചെയ്യുക? മഹാവിഷ്ണുവിൽ അഭയം തേടും. അങ്ങനെയാണ് മുക്തി ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഘോരരൂപാൻ ഭൂതപതിയൻ അവരെയൊക്കെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് അനസൂയവഹ, ഒട്ടും അസൂയയില്ലാത്തവരായിട്ട് ബാക്കിയുള്ളവർക്ക് എന്താ വെച്ചാൽ കിട്ടിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. രജോ ഗുണത്തെ ഉപേക്ഷിച്ചു എന്നാണ് ഈ അനസൂയവ എന്നുള്ളതിൻ്റെ കാരണം. രജോ ഗുണം ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരിക. തമോ ഗുണാചാപന് പറയും വേണ്ട. ഇത് രജോ ഗുണം പോലും ഉപേക്ഷിച്ചിട്ട് ശാന്തസ്വരൂപരായിട്ട് യദൃച്ഛാലാഭതുഷ്ടിയോട് കൂടിയിട്ട് ഈ പ്രാരബ്ധത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ കൊണ്ട് നടക്കുക. എന്നിട്ട് നാരായണ കലാഹ, സാത്വിക ഭാവം കഴിഞ്ഞ് ശുദ്ധസത്വഭാവത്തിലെത്തും. അങ്ങനെ ആ നാരായണൻ്റെ അംശങ്ങളെ, നാരായണൻ്റെ കലകളോട് കൂടിയിട്ട് നാരായണൻ്റേതായ സകല സ്വരൂപത്തെ ഭജിക്കുന്നു. എന്നാൽ കുറച്ച് എളുപ്പമുണ്ട്. കൃഷ്ണനെ ഭജിച്ചാൽ, രാമനെ ഭജിച്ചാൽ, വാമനമൂർത്തിയെ ഭജിച്ചാൽ, നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ, വരാഹമൂർത്തിയെ ഭജിച്ചാൽ പിന്നെ നേരിട്ട് അങ്ങോട്ട് വിഷ്ണുവിലേക്ക് കയറാം. അവിടെ ബ്രഹ്മമാകുന്ന വിഷ്ണുവിലേക്ക് കയറാം. ഇതാണ് മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീൻ അധ നാരായണ കലാ ശാന്ത ഭജന്തി ഹ്യനസൂയവ രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ. ഇനി രജസ്തമ പ്രകൃതയ, രജോ ഗുണം തമോ ഗുണം, ഇത് ഒരു പ്രാകൃതിക ഭാവമാണ്. രജോ ഗുണവും തമോ ഗുണവും പ്രാകൃതിക ഭാവമാണ്. അപ്പോൾ സാത്വിക ഗുണം പ്രാകൃതി അല്ലേ? അതെ, പ്രകൃതി തന്നെയാണ്. ഈ മൂന്നും കൂടിയാലേ അതാവുള്ളൂ. പ്രകൃതിയിലേക്ക് ഈ 3 ഗുണം ഭഗവാൻ ചേർത്തുണ്ട്. അതൊന്ന് വിട്ടാലേ നമുക്ക് ശുദ്ധതത്വത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമശീലാഹ, ഈ സമാനശീലിച്ചാൽ തുല്യത എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ തുല്യശീലമുള്ളവർ ശ്രീയ എല്ലാ ഐശ്വര്യത്തോടും കൂടിയിട്ട് പിന്നെയോ ഐശ്വര്യ പ്രജേപ്സവ, എത്രത്തോളം ഈ സന്താനങ്ങളെ തൊട്ടുള്ള കാര്യങ്ങൾ, മറ്റേ സമ്പത്ത്, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ പിതൃഭൂത പ്രജേശാദീൻ, പിതൃക്കൾ, ഭൂതങ്ങൾ, ബ്രഹ്മാവ്, ഇവരെയൊക്കെ ഭജിക്കണു എന്ന് പറയാം. ഇത് ഉറപ്പ് തന്നെ. ഇത് എല്ലാവർക്കും അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മാവിനെ ഭജിക്കുന്നവർ അസുരന്മാർ മാത്രമേ ഉള്ളൂ, നമ്മുടെ സാധാരണ പതിവില്ല. അപ്പോൾ ബ്രഹ്മാവ് ഒഴിച്ച് ബാക്കിയുള്ള ദേവീദേവന്മാരെ ഈ മനുഷ്യന്മാർ ഭജിക്കുന്നില്ലേ ഉണ്ട്. അവരെങ്ങനെയൊക്കെയാ? രജോ ഗുണം തമോ ഗുണം കൂടുതലുള്ളവർ അവർ ഈ അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ അവർ പിതൃക്കളെ പൂജിക്കും, അതേപോലെ ഭൂതഗണങ്ങളെ പൂജിക്കും. പിന്നെ മറ്റ് ചില ദേവീദേവന്മാർ, ഉപദേവന്മാർ ധാരാളമുണ്ട്. അപ്പോൾ അവരെയൊക്കെ സമ്പത്തിന് വേണ്ടിയിട്ട്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, സന്താനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഏതൊക്കെ തരത്തിലാണോ വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും, ഭജിക്കും. അങ്ങനെ ഭജിച്ചാലോ അവർക്ക് ഫലം കിട്ടും. അത് ഫലം കിട്ടാത്ത കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സന്താനത്തിന് വരുണനെ പതിവുണ്ട്, കുബേരനെ, ധനം കിട്ടാൻ വേണ്ടിയിട്ട് കുബേരനെ പതിവുണ്ട്. യമദേവനെ ഭജിക്കാറില്ല എന്നാണ് പറയുക. എന്നാലും യമദേവനെ ഭജിക്കാറുണ്ട്. എന്തിനാ ഭജിക്കണമെന്ന് അറിയോ? മരണപ്പോഴൊന്നും വരരുതേ ധർമ്മദേവനെ ഭജിക്കാറുണ്ട്.
അപ്പോൾ നമ്മളെല്ലാവരും അഗ്നിദേവനെ ഭജിക്കാറുണ്ട്, വായുദേവനെ ഭജിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരെയും ഭജിക്കാറുണ്ട്. ഇന്ദ്രായ നമ, ഇന്ദ്രായ ഇതം ന മമ, ഇന്ദ്രന് നമസ്കാരം, ഇത് ഇന്ദ്രന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പതിവുണ്ട്. അപ്പോൾ ദേവി ദേവന്മാർക്ക്, പ്രജാപതികൾക്ക്, ഋഷികൾക്ക് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രജോ ഗുണം തമോ ഗുണം തമ്മിലുണ്ടാകുമ്പോൾ ചില കാര്യസാധ്യം ഉണ്ട്. അപ്പോൾ അത് കിട്ടിയാലേ പ്രാരബ്ധം തീരുള്ളൂ. അപ്പോൾ അത് തീരാൻ വേണ്ടിയിട്ടാണ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ മുക്തി ആഗ്രഹിക്കുന്നവർ നാരായണ കലകളെ ആശ്രയിക്കും, ക്രമേണ നാരായണനിലേക്ക് എത്തും. രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ. രജോ ഗുണങ്ങൾ തമോ ഗുണങ്ങൾ ഉള്ളവർ, ആ പ്രകൃതിയിലുള്ളവർ സമശീല, സമാന ഭാവത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ തുല്യതാഭാവത്തോടു കൂടി തന്നെ ഭജിക്കുക പതിവുണ്ട്. പിതൃഭൂത പ്രജേശ ആദീൻ, പ്രജേശൻ. അപ്പോൾ പ്രജാപതിമാർ, അതാണ് പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. പിതൃക്കൾ, ഭൂതം എന്ന് വെച്ചാൽ ഭൂതഗണങ്ങൾ. ഇപ്പോൾ നന്ദികേശ്വരന് പൂജ പതിവുണ്ട് നമ്മൾ. അപ്പോൾ അത് ശിവഭൂതഗണമാണ്. അങ്ങനെ മറ്റേ കാളിക്കും ഉണ്ടാവും ഇതേപോലെ. കാളിയുടെ ഒരു പ്രത്യേക സൈന്യ വിഭാഗമാണ് കൂളി. നമ്മൾ കോളി എന്ന് കളിയാക്കിയിട്ടാണ് പറയാറുണ്ട്. അതിൽ 66 കോടി സ്ത്രീ സൈന്യങ്ങളുണ്ട് ഭൂതഗണങ്ങളായിട്ട്. കൂളി വർഗം എന്നതിന് പറയാം. അപാര ശക്തിയാണ്. എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുകയെന്ന് പറയാൻ പറ്റില്ല, കണ്ണും മൂക്കുമില്ല. അപ്പോൾ നല്ലോണം ഭജിച്ചില്ല വെച്ചാൽ ചിലപ്പോൾ പിടി വീഴും. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഹേളനം തൊട്ടുള്ള ഒരു കാര്യങ്ങളും അമ്മ സമ്മതിക്കില്ല. അങ്ങനെയാണ്. ഭദ്രം കലയതൈതി എന്നാണ്. ഈ നെഗറ്റീവ്സ് ഉണ്ടോ അതിനെ മുഴുവൻ തീർക്കാൻ ഈ കൂളിവർഗം അമ്മ പറയേ വേണ്ടു, സൂചിപ്പിക്കേ വേണ്ടു, ചെയ്തോളും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ സമശീലന്മാരായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ മറ്റേ വിഷ്ണുവിൻ്റെ തുല്യം തന്നെയാണ് എന്നൊക്കെ കണക്കാക്കിക്കൊണ്ടും അവരെ ഭജിക്കും. ആദ്യം ഇതിനു വേണ്ടിയിട്ടാണ്, ഈ ശ്രീ കിട്ടാൻ വേണ്ടിയിട്ട്, സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പുത്രന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങനെ ഭജിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആഗ്രഹം. പ്രജ ഈപ്സവ, ആഗ്രഹിക്കുന്നവരെന്നാണ് ഈപ്സവ. പ്രജ എന്നുള്ളത് മകൻ എന്നാണ്. മകൻ, മകള്, സന്താനം, അതാണ്. ഐശ്വര്യം എന്നുള്ളത് സമ്പത്ത്. ശ്രീ എന്നുള്ളത് അത് ഉപയോഗിക്കാനുള്ള അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പ്രജാപതിമാർ തൊട്ടുള്ള ഓരോരുത്തരെയും, പ്രജാപതിമാരിൽ മുഖ്യനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ പ്രജാപതിയായിട്ട് പറയാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മാവിനെയും ശിവനെയും, ഭൂതഗണങ്ങൾക്ക് നാഥൻ ശിവനാണ്. അതിലേക്ക് ഭൂതങ്ങളെയും നമ്മൾ സേവിക്കാറുണ്ട്. അതൊക്കെയാണ് അവിടെ പറഞ്ഞതിൻ്റെ കാര്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ രജോ ഗുണവും തമോ ഗുണവും കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചു. 27ാമത്തെ ശ്ലോകം. രജസ്തമ പ്രകൃതയ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീ ഐശ്വര്യ പ്രജേപ്സവ. ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ ഭൂതഗണങ്ങളെ ഭജിച്ചതിൻ്റെ ശേഷം എപ്പോഴാണോ ശാന്തമാകുന്നത്, അങ്ങനെ ശാന്തമായാൽ നമുക്കിനി ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനെ ബാക്കി ഒന്നുമില്ല വെച്ചാൽ പിന്നെ നാരായണ കലകളെ ആശ്രയിക്കും. നാരായണ കലകളെ ആശ്രയിച്ചതിന് ശേഷം നാരായണനെ തന്നെ ആശ്രയിക്കും എന്ന് പറഞ്ഞു വെച്ചു. ഇനി ചെയ്യുന്നതൊക്കെ നാരായണനാണ്. സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. അത് 28ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് കേൾക്കാം. ഇപ്പോൾ 25, 26, 27, 24, 25, 26, 27 4 ശ്ലോകങ്ങൾ പറഞ്ഞു. പ്രഥമ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ പാഠ്യമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതിൽ പറയാം. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.